بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين. നമുക്ക് അള്ളാഹിനെ കുറിച്ച് പറയാം. നമ്മളിൽ അധിക പേരും അള്ളാഹിനെ കുറിച്ച് പറയുന്നവർ കുറവാണ്. നമ്മൾ സ്റ്റേജിലാണെങ്കിൽ, ഒരു പരിപാടിയിലാണെങ്കിൽ നമ്മൾ അധികവും ആ പരിപാടിനെ കുറിച്ചിട്ടും ആ സ്റ്റേജിനെ കുറിച്ചിട്ടും അവിടുത്തെ വിഷയങ്ങളെ കുറിച്ചിട്ടും അങ്ങനെ പറയും. അതല്ലേ നമ്മൾ സുഹൃത്തിനെ കണ്ട മറ്റൊരു സുഹൃത്തിനോട് നമ്മുടെ സുഹൃത്തിനെ കുറിച്ചിട്ട് നമ്മുടെ സുഹൃത്തിന് കുറച്ച് കഴിവും പ്രതാപങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആ സുഹൃത്തിനോട് പറയും. അങ്ങനെ നമ്മൾ അധികം സമയത്തും മറ്റുള്ളവരെ ഗുണങ്ങൾ പറയലാണ് നമ്മുടെ മെയിൻ പരിപാടി. എന്നാൽ നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മളെ പൊന്നുപോലെ നോക്കുന്ന സർവലോക സൃഷ്ടാവായ, സർവലോക രക്ഷിതാവായ, സർവലോക സംരക്ഷകനായ അള്ളാഹിനെ കുറിച്ചിട്ട് നമ്മൾ പറയണില്ല. ആലോചിച്ച് നോക്കി. നമ്മളെ പൊന്നുപോലെ നോക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല, നമ്മൾ ഓരോ സെക്കൻഡിലും മോശാരമായി കാത്തുരക്ഷിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല, നമുക്ക് വേണ്ടതെല്ലാം ഇഷ്ടം പോലെ തരുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല, അവസാനം നമ്മൾ മരിച്ചാൽ നമ്മൾ ഓശാരമായ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബിനെ കുറിച്ച് നമുക്ക് ആർക്കും പറയാൻ സമയമില്ല. ആ റബ്ബിൻ്റെ മദ്ഹ് പറയാൻ സമയമില്ല. ആ റബ്ബിനെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. ആ റബ്ബിനെ കുറിച്ച് ഓർക്കാൻ സമയമില്ല. നമ്മളെ കാര്യം എത്ര പരാജയം ആലോചിച്ച് നോക്കി. നമുക്ക് അള്ളാഹിനെ കുറിച്ച് പറയാം. യാ അല്ലാഹു ജല്ല ജലാലുഹു. അല്ലാഹ് പ്രപഞ്ചനാഥന്റെ സർവാദരണീയ നാമമാണിത്. ഉണ്ടാവൽ നിർബന്ധമായ സത്ത എന്നാണ് പണ്ഡിതന്മാർ ഈ നാമത്തെ വ്യാഖ്യാനിച്ചത്. ആരാധനക്കർഹനായ പ്രപഞ്ച സൃഷ്ടാവിന്റെ ഉന്നതമായ പേര് അഥവാ ഇസ്മുൽ ആളം എന്ന് മഹാന്മാർ ഇതിനെ വിളിക്കുന്നു. ഈ നാമത്തിനു ബദൽ നിൽക്കാൻ യഥാർത്ഥത്തിൽ മറ്റൊന്നില്ല. ഇതിന്റെ യഥാർത്ഥ അർത്ഥം പറയുകയും പ്രയാസമാണ്. ബഹുവചനമില്ലാത്ത പദമാണിത്. പൂർണ്ണതയുടെയും സൗന്ദര്യത്തിന്റെയും എല്ലാ ഗുണങ്ങളും യാ അല്ലാഹ് എന്ന നാമത്തിൽ അടങ്ങിയിരിക്കുന്നു. സമാധാനം ലഭിക്കാനും വിശ്വാസത്തെളിച്ചത്തിനും ഈ നാമം പലയാവർത്തി ചൊല്ലുക. ദൃഢജ്ഞാനം ലഭിക്കാൻ ദിവസവും 1000 തവണ ചൊല്ലുക. ഓരോ നിസ്കാരത്തിനു ശേഷവും 100 പ്രാവശ്യം ചൊല്ലുന്നത് കാരണം ആന്തരിക ജ്ഞാനം ലഭിക്കും. അള്ളാഹു എന്ന ഈ വിശുദ്ധ നാമം വിശുദ്ധ ഖുർആനിൽ 2360 പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അള്ളാഹു എന്ന വിശുദ്ധ നാമം വിശുദ്ധ ഖുർആനിൽ 2360 പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. യാ അല്ലാഹു ജല്ല ജലാലുഹു. അല്ലാഹ്, എന്താ അള്ളാഹു എന്നുള്ള നാമം പറയാൻ തന്നെ എന്തൊരു സന്തോഷം, എന്തൊരു റാഹത്ത്, എന്തൊരു പെരുന്നാള്. നമുക്ക് അള്ളാഹുവിൻ്റെ നാമം ചെല്ലലായിരിക്കാം നമ്മൾ പെരുന്നാൾ. അള്ളാഹുവിനെ ഓർക്കലായിരിക്കാം നമ്മൾ പെരുന്നാൾ. അള്ളാഹുവിനെ കുറിച്ച് വർണ്ണിക്കലായിരിക്കാം നമ്മളെ പെരുന്നാൾ. അള്ളാഹുവിനെ ചിന്തിച്ചാൽ നമുക്ക് അതല്ലാതെ വേറൊരു ചിന്തയും വരാൻ പാടില്ല. ആ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരണം. നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതായിരിക്കും നമ്മുടെ ലഹരി, നമ്മുടെ പെരുന്നാൾ, നമ്മുടെ എല്ലാം. നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രാന്താകണം, ഒരു ഹാലാകണം. ഇതാ വേണ്ടത്. അങ്ങനെ പ്രാന്തും ഹാലുമായിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് മനുഷ്യന്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ സെക്കൻഡിലും തന്നുകൊണ്ടിരിക്കുന്നതിന് വല്ല അറ്റവും കണക്കുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ഭൂമിയിൽ വെച്ച് മനുഷ്യർക്ക് വേണ്ട പ്രധാനപ്പെട്ടത് എന്താ? ജീവനാണ്. ഈ ജീവൻ നമുക്ക് അള്ളാഹു തന്നിട്ടില്ലെങ്കിൽ ഒരു സെക്കൻഡിൽ നമുക്ക് വല്ല പ്രയാസം, അല്ല ശ്വാസം മുട്ടോ അല്ലെങ്കിൽ നെഞ്ഞുവേദന അല്ലേ പ്രയാസം ഉണ്ടായാൽ നമുക്ക് അപ്പം പേടിയാവും. നമ്മൾ എന്താ മരിക്കുകയാണ്. ഉടനെ നമ്മൾ മക്കളെ വിളിക്കുക, എല്ലാവരും വിളിക്കുക, ഒരാൾക്ക് തീരെ സുഖം ഉടനെ കൊണ്ടുപോകുക, ആശുപത്രിക്ക് കൊണ്ടുപോകും. കാരണം എന്താ? ഈ ജീവൻ ശരീരത്തിന് പോയാൽ നമ്മൾ മരിക്കുള്ളൂ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജീവൻ നമുക്ക് തന്നു. അങ്ങനെ ഇപ്പം തന്നെ കണ്ടോ, ഞാൻ നമുക്ക് ഇതാണ് അവസ്ഥ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവൻ തന്ന് ഈ ജീവൻ അള്ളാഹു നല്ലപോലെ സംരക്ഷിച്ചിട്ട് ചില ആൾക്കാർ 100 വയസ്സ് 100 ചില്ലറ വയസ്സ് വരെ ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ അതിഭയങ്കരമായ കാരുണ്യം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവൻ തന്നിട്ട് ആ ജീവൻ തന്ന് അതിനുശേഷം അള്ളാഹു പ്രധാനപ്പെട്ട വായു തന്ന്, വെള്ളം തന്ന്, വെളിച്ചം തന്ന്, വസ്ത്രം തന്ന്, ഭക്ഷണം തന്ന്, എല്ലാം തന്ന് ആ അള്ളാഹുവിനോട് നമുക്ക് സ്നേഹം വേണം, പ്രിയം വേണം, ഇഷ്ടം വേണം.
കടപ്പാട് വേണം നമുക്ക്. അള്ളാഹു ആയിരിക്കണം മഹാസംഭവം. അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.